അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം പുനഃസംഘടന വരുമ്പോൾ സംഘടനാ ഭാരവാഹികൾ ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപം നേരത്തെ തന്നെ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. ഇപ്പോൾ അല്പം അതിരുവിട്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെ പല അമർഷങ്ങളും സ്ഥാനം കിട്ടാത്തവരുടെ കാര്യത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അമർഷം പരസ്യമായി പ്രകടിപ്പിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ അമർഷം മറ്റു രീതിയിൽ പരസ്യമായ രഹസ്യം എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നൊക്കെ ഉണ്ട്. തൃശ്ശൂരിലെ മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ രംഗത്ത് വരികയാണ്. തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതാണല്ലോ, അപ്പോൾ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്ന് മുരളീധരൻ പറഞ്ഞു. പുതിയ പട്ടികയുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. പരാതിയുള്ളവർ ഹൈക്കമാൻഡിനെ അറിയിക്കുകയാണ് വേണ്ടതെന്ന് മുരളീധരൻ പറഞ്ഞു. മുരളിയുടെ വാക്കുകളിലേക്ക്. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ, അതുകൊണ്ട് പിന്നെ അതെ സഹായിച്ചവരാണ്. അല്ല, അതിൻ്റെ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ KPCC പ്രസിഡന്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. എല്ലാ പുനഃസംഘടനയും അത് KSUവിൻ്റെ ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം പോഷക സംഘടനകളിലൊക്കെ തന്നെ പുതിയ ഭാരവാഹി പട്ടിക വരുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് അത്ഭുതമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ അറിയാതെ തിരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്. പുതിയ സംഘടനകളിലേക്ക് വരുന്ന ആളുകൾക്ക് വലിയ ആർജവം ഉണ്ടാകണം, സംഘടനയെ നയിക്കാനുള്ള കെൽപ്പുണ്ടാകണം, ഒപ്പം തന്നെ ജനസമ്മതി ഉള്ളവരായിരിക്കണം. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരം അസ്വാരസ്യങ്ങൾ വരുന്നത്. എന്നോടൊപ്പം വിലയിരുത്തലുമായി രതീഷ് അനിരുദ്ധൻ ചേരുന്നുണ്ട്. രതീഷ്, പറഞ്ഞു വന്നതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഈ 56 പേർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരുന്നു. വൈസ് പ്രസിഡന്റ് മേയർ 13 പേർ. അതേസമയം തന്നെ നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പേർ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു ജംബോ കമ്മിറ്റി ഒരു വല്ലാത്തൊരു ജംബോ കമ്മിറ്റിയായി എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിനേക്കാളുപരി പല ആളുകളും കാരണം ബെർത്ത് കിട്ടിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പറയുന്ന ഭാരവാഹി പട്ടികയിലേക്ക് വരികയാണ്. പിന്നീട് പല ഗ്രൂപ്പ്, ഇപ്പോൾ പഴയ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പക്ഷേ അതിപ്രസരം ഉണ്ടോ നോക്കി അങ്ങനെ ഗ്രൂപ്പ് ഒരു ചേഞ്ച്, അതിൻ്റെ പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റി എന്നൊരു വികാരം നേതാക്കൾക്കിടയിലുണ്ട്. അത് ശരിയാണോ? ആദ്യമായി പറയാനുള്ളത്, ഇപ്പം CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയാകണം കോൺഗ്രസിൽ എന്ന ശാഠ്യം എവിടെയോ ഉണ്ട്. ഈ വിമർശനങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രധാന അളവുവരെയെങ്കിലും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ രീതി അങ്ങനെയാണ്. കോൺഗ്രസ് ഈ നിലയിൽ തന്നെയാണ് കാലാകാലങ്ങളിൽ പുനഃസംഘടന നടത്താറ്. ഇപ്പോൾ ജംബോ കമ്മിറ്റി എന്ന് പറയും, നേരത്തെയും ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപം വന്നിരുന്നു. എണ്ണം കുറയ്ക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതല്ലാതെ സംഘടനാപരമായി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു വഴിയില്ല. 58 ജനറൽ സെക്രട്ടറിമാർ, 13 വൈസ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് മുതിർന്ന നേതാക്കൾ പന്ത്രസുധാരൻ അടക്കം 6 പേരെ പുതുതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. ഒരു പുതിയ ട്രഷറർ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ 72 ഭാരവാഹികളുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 72ൻ്റെ ഭാരവാഹി പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് മറുപടിയായി ഇപ്പോൾ CPMൻ്റെ സംഘടനാ ഘടകം എടുത്താൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണെങ്കിൽ 89 പേർ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. അതിൽ 17 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 89 പേരുണ്ട്. ഏറെക്കുറെ സമാനമാണ് BJPയുടെ. അതിൻ്റെ കൃത്യമായ എണ്ണം ഞാനിപ്പോൾ വേഗത്തിൽ നോക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ BJPയുടെ ജില്ലാ കമ്മിറ്റികൾ എടുത്ത് നോക്കൂ. എല്ലാ പാർട്ടികൾക്കും 14 ജില്ലാ കമ്മിറ്റികളാണെങ്കിൽ BJPക്ക് ഇപ്പോൾ 30 ജില്ലാ കമ്മിറ്റിയായി അത് വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വലിയ തർക്കം ആ പുനഃസംഘടനയിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതിയുമായി തട്ടിക്കാൻ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. അല്ലെ, ആ പുതുമയുള്ള പഴയ കാര്യങ്ങൾ നമ്മളൊരു തനിയാവർത്തനം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നതിന്റെ എന്റെ സ്വാഭാവികമായ ചോദ്യം. അതായത് രതീഷ്, കോൺഗ്രസ് എന്താണ് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു രണ്ടാം ടീം ഒരു പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് രണ്ടാം ടീമിനെ ഫേസ് ചെയ്തൊരു മൂന്നാമത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അവിടേക്ക് സംഘടനയെ ചലിപ്പിക്കാൻ തക്ക രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് പോകേണ്ട നേതാക്കന്മാരായിരിക്കണം. അതിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം, വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം, മറ്റ് സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പാലിക്കപ്പെടണം. ഈ 56 പേരുടെ പട്ടിക നോക്കുമ്പോൾ രതീഷിന്റെ കയ്യിലുമുണ്ടല്ലോ ഈ പട്ടിക എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഒന്നും രതീഷിന് തോന്നുന്നില്ലേ? അല്ല, അസ്വാഭാവികത എനിക്ക് സത്യസന്ധമായി വിലയിരുത്തിയാൽ അസ്വാഭാവികത തോന്നുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ വന്ന ഭാരവാഹികളുടെ എണ്ണമല്ല, ഇനിയും ഈ ഭാരവാഹി പട്ടിക ഇരട്ടിക്കാനുള്ള സെക്രട്ടറിമാരുടെ പട്ടിക വെച്ചിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് 58-ഉം പിന്നെ 17-ഉം പിന്നെ ട്രഷറും 6 രാഷ്ട്രീയകാര്യ സമിതിയിലെ പുതിയ അംഗങ്ങളുമാണ്. കോൺഗ്രസിൽ വലിയ കമ്മിറ്റി വരും. അതുതന്നെയാണ് സംഘടന ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി. നോക്കൂ, നമ്മൾ വിമർശനാത്മകമായി കോൺഗ്രസിനെ നയിക്കാൻ കഴിയുന്ന വളരെ കുറച്ചു പേരടങ്ങിയ ഒരു സംവിധാനമല്ലേ പാർട്ടിക്ക് വേണ്ടത് എന്ന് പുറത്ത് നിന്ന് നമുക്ക് വിമർശിക്കാം. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭാരവാഹിത്വം അനിവാര്യമാണ്. ഇപ്പോൾ ഒരു പോയിന്റും കൂടി, ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ എണ്ണം 30 ആയിരുന്നുവെങ്കിൽ ഇന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ തോത് എത്ര വലുതായിരിക്കും? അത് തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ വലിയ അളവിൽ പ്രതിഫലിക്കും? അതിനെ മറികടക്കുകയാണ്
ഈ സംഘടനാപരമായി ഈ പുനഃസംഘടന കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് പുറമേ നിന്ന് ഇത്ര ജനറൽ സെക്രട്ടറിമാരോ ഇത്ര വൈസ് പ്രസിഡന്റോ വിമർശിക്കാം, അത് സ്വാഭാവികമാണ്. വിമർശനം വേണം. രാഷ്ട്രീയ പാർട്ടികളിൽ വളരെ നല്ല നേതൃത്വം, ശക്തമായ നേതൃത്വം വേണം, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി സംഘടനയ്ക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. അത് പരിഹരിക്കാൻ സ്ഥാനമാനങ്ങൾ നൽകേണ്ടി വരുന്നു. ഒരു കാര്യം, ഇത് നമ്മുടെ ഒരുപാട് രതീഷിന്റെയും എന്റെയൊക്കെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ സുഹൃത്തുക്കളൊക്കെ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചു, പല ആളുകളും അതിൽ വരുന്ന ആളുകൾ പല ആളുകളും പല സീറ്റുകളിലും മത്സരിക്കുകയും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതേ സീറ്റുകളിൽ മത്സരിക്കാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. ജനപ്രതിനിധികളായി മത്സരിക്കാൻ, MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. അവരൊക്കെ ഈ ഭാരവാഹി പട്ടികയിൽ വരികയാണ്. അപ്പോൾ അവർക്കൊരു ഇരട്ട രീതിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും അവർക്ക് ഒരു അംഗീകാരം നൽകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കോൺഗ്രസിൽ നേരത്തെ 2 പദവി പാടില്ല എന്ന തരത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നതാണ്. ഒരു ഘട്ടത്തിൽ ബെന്നി ബെഹനാൻ UDF കൺവീനർ പദവി ഒഴിയേണ്ടി വന്നതിന്റെ ഒരു കാരണം അദ്ദേഹം ജനപ്രതിനിധി ആയിരുന്നു എന്നത് കൂടിയായിരുന്നു. അത് ആയുധമാക്കിക്കൊണ്ടാണ് A ഗ്രൂപ്പിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾ ചില ചർച്ചകൾ തുടങ്ങിയോ അതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പോലും UDF കൺവീനർ പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പട്ടികയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെ ഉൾപ്പെടുത്തിയതിന്റെ സാഹചര്യം എന്താണ്, അതൊക്കെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ടത്. മാത്രമല്ല, ഈ ഭാരവാഹി പട്ടികയിലേക്ക് എത്താൻ കഴിയാത്ത നിരവധി പേർ ഇപ്പോൾ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരുമായിരുന്ന ആളുകൾ, KSUവിന്റെ സംസ്ഥാന തലത്തിൽ ഭാരവാഹികൾ ആയിരുന്ന ആൾ, അങ്ങനെ 1, 2, 3 കമ്മിറ്റികൾ പുറത്തു നിൽക്കുകയാണ്. നമുക്ക് സമയമായി എങ്കിൽ കൂടി ഒരു ചാണ്ടിയുമ്മന്റെ ഒരു അമർഷം പുറത്തേക്ക് വരുന്നതായിരുന്നു. അതെന്താണ് താങ്കൾ? ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ട് അത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുണ്ടായിരുന്ന പദവിയിൽ നിന്ന് തന്നോട് ആലോചിക്കാതെ ഒഴിവാക്കിയെന്ന വലിയ ഇന്നും ഈ ഭാരവാഹി പട്ടികയിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ട് മറ്റു ചില ഇക്വേഷൻസ് കൂടി ഒരുപക്ഷെ വർക്കൗട്ട് ചെയ്തേക്കും. ചാണ്ടിയുമ്മനെ MLA എന്ന നിലയിൽ മാത്രമല്ല എസ്റ്റാബ്ലിഷ്ഡ് നേതാവാണ്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഒരു ഭാരവാഹിത്വത്തിന്റെ ആവശ്യമുണ്ട് എന്നല്ല. അതേസമയം പ്രജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് ജനപ്രതിനിധികളായ ആളുകൾ ഈ പട്ടികയുടെ ഭാഗമായിട്ടുള്ളോ എന്ന ചോദ്യമൊക്കെ വരും. അതൊക്കെ ഒരു മുറിവുണക്കലാണ്. കാരണം കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം വലിയ ദുർബലപ്പെട്ട ഒരു സമയമാണ്. AI ഗ്രൂപ്പുകളൊക്കെ അപ്രസക്തമാണ്. അപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പ് സംവിധാനമാണെങ്കിൽ പോലും ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് M വിൻസെന്റിനെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കോഴിക്കോട് നിന്ന് ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പട്ടികയിലായിരുന്നു. ഇതൊക്കെ ഗ്രൂപ്പിന്റെ ചില ഇക്വേഷനാണ്. അതായത് കോൺഗ്രസ് മുന്നിൽ കാണുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം ഭാരവാഹികൾ എന്നാൽ ജനം എന്ത് ചിന്തിക്കുന്നതിനേക്കാൾ കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ ഭാരവാഹിത്വം അനിവാര്യമായിരുന്നു എന്ന നിലയിലാണ്. ഇനി കൂടുതൽ ഭാരവാഹികൾ ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു അത്ഭുതമില്ല. അതിനൊക്കെ ഒരു അസ്വാഭാവികതയുടെ തലത്തിൽ കാണേണ്ടതില്ല എന്നാണ് രതീഷ് സംഘത്തിന്റെ നിലപാട്. എന്തായാലും ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ആ പട്ടികയെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് അടക്കം KPCCയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്നത്.